ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. സാരമില്ല കേട്ടോ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം, ഞാനില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക്കാണ്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു പച്ചമുളകാണ്. ഒരു പച്ചമുളക് എന്നുള്ളത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേറെ എരിവിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കം കേട്ടോ. ഒരെണ്ണം വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ഹാഫ് എടുത്തിട്ടുള്ളൂ. ഒരു ഹാഫ് ക്യാപ്സിക്കം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഞാനൊരു 100 ഗ്രാം ചിക്കൻ എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ചതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇതിൽ മിക്സാക്കി ആ വെള്ളത്തിലിരുന്ന് ഇതൊരു ഹാഫ് കുക്കായിട്ട് എടുക്കണം. ഹാഫ് കുക്കാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതിൽ ഓൾറെഡി നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിടുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ഹാഫ് ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ്. ഞാൻ ഇച്ചിരി കുറച്ച് ചേർത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട്, അപ്പോൾ ഇതൊരിപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. അത് ഹാഫ് കുക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ അത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മഷ്റൂം അധികം സമയം വേണ്ട വേകാനായിട്ട്. അപ്പോൾ എന്തായാലും അത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്രഷ് ക്രീമൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടി സ്പ്രിങ് ഓണിയൻ ഒരു തണ്ട് എടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തണ്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡിഷ്. അടിപൊളിയാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.